ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ ഇന്ന സംഘടന, ആ സംഘടന, ഈ സംഘടന എന്ന് മാറി നിൽക്കാതെ എല്ലാ ദൈവത്തിൻ്റെ മക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ, പലയിടത്തും പീഡനങ്ങൾ നടക്കുന്നുണ്ട്, അവർക്കെതിരെ നമുക്ക് മാനുഷ്യപരമായി നമുക്കൊരു പീഡനവുമില്ല. പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ രാജ്യത്തിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്തും. രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് തിരിക്കാൻ കഴിയും, പരിശുദ്ധ പിതാവിന് തിരിക്കാൻ കഴിയും. ഇന്ന് രാഷ്ട്രീയം, മതം, ജാതിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവജനത്തിനെതിരെ, ദൈവസഭയ്ക്കെതിരെ പീഡനങ്ങൾ നടക്കുമ്പോൾ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അവരെയൊക്കെ തന്നെ ദൈവപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അപ്പം ക്രിസ്തീയ സംഘടനകൾ, അത് കത്തോലിക്കരായിരുന്നാലും ശരി, മാർത്തോമാക്കാരായിരുന്നാലും ശരി, യാക്കോബയായിരുന്നാലും CSC ആയാലും പെന്തക്കോസ്തുകാരനായിരുന്നാലും ശരി, എല്ലാവരും ഒരു ഇടയനേ ഉള്ളൂ നമ്മുടെ കർത്താവ് യേശു. അപ്പോൾ യേശു ഏക ഇടയനായിട്ട് ചിന്തിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ദൈവസഭ ഈ നാളുകളിൽ നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥന എനിക്ക് ക്രിസ്ത്യാനികളോട് പറയാനുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ജനത്തിനെതിരെ ഈ ലോകത്ത് ഏതൊരു മനുഷ്യൻ എന്ത് പ്രവർത്തിച്ചാലും അവൻ്റെ ശരീരത്തെ കൊല്ലാൻ കഴിയും, അവൻ്റെ ദേഹിക ആത്മാവിന് ഒരു മനുഷ്യർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഒരു ദൈവം ഇതിൻ്റെ ആത്മാവും ദേഹിയും അത് ദൈവസന്നിധിയിൽ ചെല്ലുകയും ചെയ്യും, എന്ത് പീഡ വന്നാലും എന്തെല്ലാം ചെയ്താലും. പക്ഷേ എങ്കിൽ ഒരു കാര്യം, ദൈവത്തെ അറിയാത്ത ജനത്തിന് മനഃപൂർവ്വമായി സുവിശേഷത്തെ അവഹേളിക്കുകയും സുവിശേഷത്തെ നിരാകരിക്കുകയും സുവിശേഷത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിത്യശിക്ഷാവിധി അകപ്പെടും. ഈ ശിക്ഷാവിധി അകന്നു പോകണമെങ്കിൽ അത് കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ.